അതെ, 2 ക്ലൂവും കൊടുത്തിട്ടാണ് സാബു ബിഗ് ബോസ് വീട്ടിന്റെ പടി ഇറങ്ങുന്നത്. അതെ, വെളിച്ചമില്ലാത്ത സ്ഥലം, നനവുള്ള സ്ഥലം. എനിക്ക് ആദ്യം കത്തിയത് എവിടെയെന്ന് അറിയാമോ? നമ്മുടെ ബാത്റൂമിനകത്ത്, നമ്മുടെ ക്ലോസറ്റിന്റെ മുകളിൽ ഫ്ലഷിന്റെ ടാങ്ക് ഇല്ലേ, ആ ഫ്ലഷ് ടാങ്കിനകത്തായിരിക്കുമോ ഇത്? നിങ്ങൾക്കും ഗസ് ചെയ്യാം. ഞാൻ ഗസ് ചെയ്തതാണ്. സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫ്ലഷ് ടാങ്കിനകത്ത് ആ വെള്ളത്തിൽ, ഫ്ലഷ് ചെയ്യുന്ന വെള്ളത്തിനകത്തായിരിക്കും ഈ ഡയമണ്ട് ഇട്ടിട്ട് പോയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നാളെ ഭയങ്കര ഒരു നല്ലൊരു പ്രൊമോ ആയിരുന്നു. ഭയങ്കര പോസിറ്റീവ് പ്രൊമോ അല്ലേ? എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ഭയങ്കര വിഷമമായി. കാരണം ഇവർ കൊടുക്കുന്ന പോസിറ്റിവിറ്റി, സാബുമോനാണെങ്കിലും ശ്വേതയാണെങ്കിലും കൊടുക്കുന്ന ഒരു പോസിറ്റിവിറ്റി സത്യമായിട്ടും ഈ സീസൺ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത് സൂപ്പർ സീസൺ ആയിരിക്കും എന്നാണ്. കാര്യം അത്രമാത്രം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ കൊണ്ട് സീസൺ അങ്ങ് കെട്ടഴിഞ്ഞെന്ന് പറഞ്ഞാൽ കുറേ പേര് കൊഴിഞ്ഞുപോയി, എന്തൊക്കെയോ സംഭവിച്ചു. ആ സീസണിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഒന്നാമത് നല്ല TRP ഉണ്ട്, TRPക്കൊന്നും ഒരു കുറവില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ ഈ സീസൺ ബോംബ്ലാസ്റ്റിക്, ഇതിനെക്കാട്ടിയും 10 ഇരട്ടി ബോംബ്ലാസ്റ്റിക് ആകുമായിരുന്നു സത്യമായിട്ടും. ഈ ചില കാര്യങ്ങളൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ, സത്യം ചില കാര്യങ്ങളും ചില ആൾക്കാരും ഒന്നും പോയില്ലായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലായേനെ, വേറെ കളി തന്നെ കളിച്ചേനെ. പക്ഷേ ഇതിപ്പം ഒരുമാതിരി എന്തോ പോലെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഭയങ്കര അപ്പോഴാണ് ശ്വേത പറഞ്ഞിട്ട് പോകുന്നത്, നിങ്ങൾ എപ്പോഴും മാറ്റിപ്പിടിക്കാൻ ചിന്തിക്കാനാണ് പറയണത്. കാര്യം നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു സ്ലോഗനായിട്ട് അത് എടുക്കുക, കളിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആകെ കൂടെ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 2 വ്യക്തികളെന്ന് പറഞ്ഞാൽ ജിൻഡോയും ജാസ്മിനും ഉണ്ട്. പിന്നെ അവിടെ വർത്താനം പറഞ്ഞൊരു 4-5 പേരും. പക്ഷേ ഒരു മാറ്റിപ്പിടിക്കലോ അല്ലെങ്കിൽ ഗെയിം മാറ്റി കളിച്ചാൽ ഇപ്പോഴും അവർക്ക് അവസരമുണ്ട് സത്യമായിട്ടും. ഇനി 40 ദിവസം കൂടിയുണ്ട്, അവർക്ക് ഇപ്പോഴും അവസരമുണ്ട് മുന്നിലേക്ക് വരാൻ, പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ. അതാണ് ശ്വേത പറഞ്ഞിട്ട് പോകുന്നത്. അവസാനം ശ്വേതയ്ക്ക് ബിഗ് ബോസ് ഫോട്ടോ കൊടുക്കുന്നു, ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഹഗ് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും കേട്ടോ. ഇവർ അത്രമാത്രം, സാബു ചേട്ടനാണെങ്കിലും ശ്വേത ചേച്ചിയാണെങ്കിലും അത്രമാത്രം പോസിറ്റിവിറ്റി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. ഇന്നും എനിക്ക് ഭയങ്കര വിഷമമായി. ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ഇത് കണ്ടപ്പോഴും എന്തോ ഒരു വിഷമക്കാർ. അവർ ഇത്രയും ദിവസം അവിടെ ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു കേട്ടോ സത്യമായിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രഡ്ജും പകയും ദേഷ്യവും. എന്തിനാണിത്? ടാസ്ക്കാണ്, ഗെയിമാണ്. പക്ഷെ അതിനപ്പുറം നമ്മളെല്ലാവരും കോമ്പറ്റീറ്റേഴ്സാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? അതില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു സത്യമായിട്ടും. അപ്പോൾ ഇനിയും പഴയ രീതിയിലാവുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും 2 ക്ലൂ ആണ് കൊടുത്തിട്ട് പോയത്, നനവുള്ള സ്ഥലവും അതേപോലെ തന്നെ വെളിച്ചമില്ലാത്ത സ്ഥലവും. ഞാൻ പറയുന്നത് ഫ്ലഷ് ടാങ്ക് ആണ്. ഫ്ലഷ് ടാങ്കിൽ ഇരുട്ടായിരിക്കുമല്ലോ അത് അടച്ചു കഴിഞ്ഞാൽ. നിങ്ങൾ ഏതെങ്കിലും സ്ഥലം പറയട്ടെ. ഞാൻ ഒരു സ്ഥലമേ പറയുന്നുള്ളൂ, വേറെ കുറേ ഏരിയാസൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളും ഈ ക്ലൂസ് കണ്ടിട്ട് പറയാം ഏത് സ്ഥലത്തായിരിക്കും സാബ് വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നാളത്തേക്കുള്ള പ്രൊമോ. അടുത്ത പ്രൊമോ വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.